നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട് എന്ന് പറയുന്നത് പല തരത്തിലുള്ള വസ്തുക്കളുടെ സമന്വയമാണ്. നമ്മൾ വാങ്ങിവെക്കുന്നതും അല്ലാതെയൊക്കെയുള്ള ഒരുപാട് വസ്തുക്കൾ നിറയുന്നതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് പുറത്തു നിന്ന് നോക്കുന്നവർ കാണുന്ന രീതിയിൽ, പുറത്തുനിന്ന് വന്നു കയറുമ്പം കാണുന്ന രീതിയിൽ ചില വസ്തുക്കൾ വെക്കുന്നത് വാസ്തുപരമായിട്ട് വലിയ ദോഷമാണ്. അതായത് നമ്മുടെ അയൽക്കാരോ അല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്നവരോ നമ്മളുടെ വീട്ടിലേക്ക് നോക്കുമ്പം കാണുന്ന രീതിയിൽ ഈ വസ്തുക്കൾ ഇരിക്കുന്നത് ആ വീടിന് ദോഷവും ദുരിതവും കൊണ്ടുവരുമെന്ന് സാരം. അപ്പം ആ വസ്തുക്കൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് വീട്ടിലേക്ക് നോക്കുമ്പം കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന സ്ഥാനങ്ങളിൽ പറയുന്ന രീതിയിൽ ഈ വസ്തുക്കളോ കാര്യങ്ങളോ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ എടുത്തു മാറ്റുക. യാതൊരു കാരണവശാലും വീടിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ വീട്ടിലോട്ട് നോക്കുമ്പം കാണുന്ന രീതിയിലോ ഈ വസ്തുക്കൾ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂജാമുറി ഉണ്ടല്ലോ, നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ശംഖോ ആണ്. വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ, ശംഖ് വെച്ചിട്ടുണ്ടെങ്കിൽ ശംഖ്, ഈ മൂന്ന് കാര്യങ്ങളും വീടിനകത്തേക്ക് നോക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് അയലത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വഴിയിലൂടെ പോകുമ്പം നോക്കുമ്പം കാണുന്ന രീതിയിൽ ഈ മൂന്ന് വസ്തുക്കൾ വിളക്ക് വയ്ക്കുന്ന സമയത്തൊഴിച്ച് വേറെ ഒരു സമയത്തും ആരും കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാരും മുതിർന്ന ആളുകളും ഒക്കെ പറയുന്നത് പൂജാമുറി വിളക്ക് വെച്ച് വിളക്കടച്ചു കഴിഞ്ഞാൽ അടച്ചിടണം എന്ന് പറയുന്നത്. ചില വീടുകളിലെങ്കിലും പൂജാമുറിക്ക് വാതിലില്ലാത്തതായിട്ട്, മറയില്ലാത്തതായിട്ട് കാണാറുണ്ട്. അത് വാസ്തുപരമായിട്ട് ദോഷമാണ്. പൂജാമുറി എന്ന് പറയുമ്പം നമ്മളൊരു ക്ഷേത്രം പരിപാലിക്കുന്ന പോലെ ആ ഒരു വൃത്തിയും ശുദ്ധിയും ചിട്ടകളോടും കൂടി ഒരുക്കേണ്ടതാണ്. നമ്മൾ വിളക്ക് പറ്റിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പൂജാമുറിയുടെ വാതിൽ, പൂജാമുറിക്ക് കർട്ടനാണുള്ളത് എന്നുണ്ടെങ്കിൽ ആ കർട്ടൻ അത് മാറ്റിയിട്ട് തുറന്നു വയ്ക്കാം. ആ ഒരു സമയത്ത് ആര് പുറത്തു നിന്ന് അത് കാണുന്നതിലും അവിടെ ഇരിക്കുന്ന ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ കാണുന്നതിലും ഒരു ദോഷവുമില്ല. എന്നാൽ വിളക്കണച്ചു കഴിഞ്ഞാൽ, വിളക്കിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്ഷേത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂജാമുറിയുടെ വാതിൽ അടച്ചിടണം. ആ പൂജാമുറിയുടെ കർട്ടനാണെന്നുണ്ടെങ്കിൽ ആ കർട്ടൻ ഇട്ട് വെക്കണം എന്നുള്ളതാണ്. ഇനി ഒന്നുമില്ല, അടപ്പോ വാതിലോ ഒന്നുമില്ലെങ്കിൽ ഒരു തുണിയെങ്കിലും എടുത്തിട്ട് ആ ചിത്രങ്ങളും വിഗ്രഹങ്ങളും മറച്ചിരിക്കണം എന്നുള്ളതാണ്. അയലത്തുകാരോ പുറത്തു നിന്ന് വരുന്നവരോ പുറത്തുകൂടെ പോകുന്നവരോ ഒക്കെ വീട്ടിലേക്ക് നോക്കുമ്പം കാണുന്ന രീതിയിൽ ഈ വിളക്ക് സമയത്തല്ലാതെ യാതൊരു സമയത്തും ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഐശ്വര്യത്തിന് വെച്ചിരിക്കുന്ന ശംഖോ കാണാൻ പാടില്ല എന്നുള്ളതാണ്. അത് അതീവ ദോഷകരമാണ്. അപ്പോൾ വീട്ടിൽ വിളക്ക് പറ്റിക്കുന്നവർ, ഇപ്പോൾ പൂജാമുറി ഇല്ല, പ്രത്യേക ഒരിടത്തിൽ വിളക്കൊരുക്കിയാണ് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ വിളക്ക് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണിയിട്ട് അത് മറച്ചേക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും പൂജാമുറി ഉണ്ടാവണമെന്നില്ല. ഹാളിലൊക്കെ ഒരു ഇടം ഒരുക്കി അല്ലെ ഒരു മൂല ഒരുക്കി അവിടെ വിളക്ക് കത്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ എപ്പോഴും വരുന്നതാണ് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും പുറത്തു നിന്ന് വരുന്നവർ കാണുന്ന രീതിയിലല്ലാതെ, അല്ലെങ്കിൽ പുറത്തു നിന്ന് നോക്കുമ്പം കാണുന്ന രീതിയിലല്ലാതാക്കി അതൊന്ന് മറച്ചു വെക്കേണ്ട, അല്ലെ ഒരു കർട്ടനോ മറ്റോ ഇട്ട് അത് മാറ്റി അത് സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ അലമാരയുണ്ടല്ലോ. അലമാര എന്ന് പറയുമ്പം എല്ലാ അലമാരയല്ല, ധനവും പണവും ഒക്കെ സൂക്ഷിക്കുന്ന വീടിൻ്റെ അലമാര, പ്രത്യേകിച്ചും ബെഡ്റൂമിലുള്ള അലമാര, അത് ഹാളിലിരുന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന രീതിയിൽ വെക്കരുത്. അതായത് അലമാര തുറക്കുമ്പം അലമാരയുടെ അകം ദർശിക്കുന്ന രീതിയിൽ, നമ്മുടെ സമ്പത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥാനമാണ് അലമാര എന്ന് പറയുന്നത്. ആ അലമാര തുറക്കുന്ന സമയത്ത് ഹാളിൽ ഒരു ഗസ്റ്റോ അല്ലെ ഒരു അതിഥിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗസ്റ്റോ അല്ലെ അതിഥിയോ ഹാളിലിരുന്ന് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നോക്കുമ്പം, ബെഡ്റൂം വാതിൽ വഴി നോക്കുമ്പം ഈ അലമാര തുറക്കുമ്പം കാണുന്ന രീതിയിൽ വെക്കുന്നത് വാസ്തുപരമായിട്ട് ദോഷം. അപ്പോൾ എപ്പോഴും
വീട്ടിൽ അലമാര വെക്കുന്ന സമയത്ത്, അലമാര സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹാളിൽ പോയി, നിങ്ങളുടെ സോഫയോ അല്ലെങ്കിൽ ഹാളിൽ സ്വീകരണ മുറിയിൽ പോയി ഇരുന്നിട്ട് ഒന്ന് ബെഡ്റൂമിലേക്ക്, പല ആംഗിളുകളിൽ ഇരുന്നിട്ട് ബെഡ്റൂമിലേക്ക് നോക്കുക. നോക്കുമ്പം ആ വാതിൽ തുറക്കുമ്പോൾ, അലമാരയുടെ വാതിൽ തുറക്കുമ്പോൾ അലമാരയുടെ അകം ദർശിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടോ, ബെഡ്റൂമിൽ അങ്ങനെ എങ്ങാണോ ഇരിപ്പുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ആ ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, ദൃഷ്ടി എത്താത്ത ഒരു ഭാഗത്തേക്ക് നീക്കി വെക്കേണ്ടതാണ്, മാറ്റി വെക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലേക്ക് കയറുന്ന വാതിലിന് അവിടെ ഒരു കർട്ടൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇനി അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല, അതിനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ബെഡ്റൂമിന് ഒരു കർട്ടൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. എപ്പോഴും ബെഡ്റൂമിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ആ കർട്ടൻ മറയായി നിൽക്കണം. ഒരിക്കലും ഈ അലമാര ഹാളിൽ നിന്ന് കാണുന്ന രീതിയിൽ, തുറക്കുമ്പം കാണുന്ന രീതിയിൽ വെക്കരുത് എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇത് രണ്ടെണ്ണം വെക്കാൻ പാടില്ലാത്തതാ പറഞ്ഞത്. എന്നാൽ വെക്കാൻ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചോദിച്ചാൽ സൂര്യമുഖം ഉണ്ടല്ലോ, സൂര്യമുഖം, അതായത് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് സൂര്യമുഖം എന്ന് പറയുന്നത്. ഇത് ദേവീക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മുനീശ്വര ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെയോ കൊടുത്ത് ഇത് പൂജിച്ച് വാങ്ങിച്ചിട്ട് ഇത് കൊണ്ടുവന്ന് വീടിൻ്റെ മുന്നിൽ കെട്ടണം കേട്ടോ. അയൽപക്കക്കാർ, നമ്മളുടെ വീട്ടിലേക്ക് നോക്കുന്നവർ, ഇവരൊക്കെ ദർശനം തട്ടുന്ന രീതിയിൽ വീടിൻ്റെ മുമ്പിൽ, വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ അടുത്തെവിടെങ്കിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്തൊരൽപ്പം പുറത്തേക്ക് തള്ളിയോ എവിടെയാണ് നിങ്ങൾക്കിത് തൂക്കാൻ സൗകര്യമായിട്ടുള്ളത്, വീട്ടിലേക്ക് എല്ലാവരും നോക്കുന്ന സമയത്ത് ഇത് കാണുന്ന രീതിയിൽ ഒന്ന് കെട്ടി നോക്കിക്കേ. നിങ്ങളുടെ വീടിനെ ബാധിക്കുന്ന പുറത്തു നിന്നുള്ള എല്ലാ കണ്ണീർ, പ്രാക്ക്, എരിച്ചിൽ, ദൃഷ്ടിദോഷം, അസൂയപ്പെടലുകൾ കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് ഊർജം എല്ലാം വന്ന വഴിക്ക് തന്നെ തിരിച്ചു പായും. നിങ്ങളുടെ വീടിനെ ഒരു കാരണവശാലും ഏൽക്കില്ല എന്നുള്ളതാണ്. ഒരുപാട് വീട്ടുകാരിത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണം അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇനി അമ്പലത്തിൽ പോകുമ്പോൾ 200 രൂപ 250 രൂപയൊക്കെയാണിത് പലയിടങ്ങളിൽ, പല വിലയാണ്. 100 രൂപയുടെ ഉണ്ട്, 150 രൂപയുടെ ഉണ്ട്, 250 ഉണ്ട്. അപ്പോൾ ഒരു സൂര്യമുഖം വാങ്ങി അമ്പലത്തിൽ കൊടുത്ത് അത് പൂജിച്ച് വാങ്ങിച്ച്, ദേവീക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ മുനീശ്വര ക്ഷേത്രത്തിലോ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ച് വീടിൻ്റെ മുൻഭാഗത്ത് കൊണ്ടുവന്ന് എല്ലാവരും കാണുന്ന രീതിയിൽ ഇത് കെട്ടുക. അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടിയിരിക്കുക. അച്ചിട്ടായ കാര്യമാണ്, ഏറ്റവും ഫലമുള്ള ഒരു അനുഭവത്തിൻ്റെയും കൂടെ, 1000 അനുഭവങ്ങളുടെയും കൂടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ചെയ്തു നോക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പം കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ലാത്ത ഒന്നാണ് ചൂല് എന്ന് പറയുന്നത്. ചൂല്, നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂലുണ്ടല്ലോ, നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്ത് വീട്ടിലേക്ക് നോക്കുന്നവരോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നവരോ, രണ്ടു കൂട്ടരും ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് നോക്കുന്ന അന്യ ആളുകളായിക്കൊള്ളട്ടെ, നമ്മൾ വന്നു കയറുമ്പം കാണുന്ന രീതിയിലായിക്കൊള്ളട്ടെ, അതുപോലെ നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ കാണുന്ന ആയിക്കൊള്ളട്ടെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പം കാണുന്ന ആകട്ടെ, ആ ഭാഗത്ത് എവിടെയും ചൂല് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ്. വീട്ടിലോട്ട് നോക്കുന്നവരായാലും നമ്മൾ വീട്ടിലേക്ക് വന്നു കയറുമ്പോഴായാലും ഒന്നും കാണുന്ന ഭാഗങ്ങളിൽ എവിടെയും ചൂല് വെക്കരുത്. എപ്പോഴും വീടിൻ്റെ പിൻഭാഗത്ത്, അതുപോലെ തന്നെ അടുക്കള ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ ആയിട്ട് ചൂല് സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. മുൻഭാഗത്ത് പുറത്തു നിന്ന് നോക്കുന്നവരോ അകത്തു നിന്ന് നോക്കുന്നവരോ കാണുന്ന രീതിയിൽ ചൂല് വരാൻ പാടില്ല എന്ന് സാരം. ഇതാണ് 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. 5ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവം നടന്നിട്ടുള്ള സകല വീടുകളും നശിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് നോക്കണേ. നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ പാസേജ് ഉണ്ടല്ലോ. എന്താണ് മെയിൻ ഡോറിൻ്റെ പാസേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിന് പുറത്തേക്കുള്ള നേരെയുള്ള ഭാഗവും വീടിൻ്റെ മെയിൻ ഡോറിന് അകത്തേക്കുള്ള ഭാഗവും, ഈ 2 ഭാഗത്ത് എവിടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ടൈലോ അല്ലെങ്കിൽ തറയോടോ പൊട്ടൽ വന്നതുണ്ടോ എന്ന് നോക്കണം. ഏത് ഭാഗത്താണ്? വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ പാസേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ കട്ടള ഉണ്ടാവുമല്ലോ താഴെ, അതിൻ്റെ നേരെ ഒരു ലൈൻ വരച്ചാൽ അകത്തോട്ടും പുറത്തോട്ടും ഓരോ ലൈൻ വരയ്ക്കുക, അല്ലെ 2 പാരലൽ ലൈൻ വരയ്ക്കുക, അതിൻ്റെ അറ്റം കൂട്ടിച്ച് വരയ്ക്കുക. ആ പാസേജ് പോകുന്ന ഇടം, ആ പ്രധാന വാതിലിൻ്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന തറഭാഗത്ത്, മറ്റിടങ്ങൾ പ്രശ്നമില്ല കേട്ടോ. ആ പാസേജ് വിട്ടാണെന്നുണ്ടെങ്കിൽ അല്ല ഞാൻ പറയുന്നത്, ആ പാസേജ് പോകുന്ന അകത്തോ പുറത്തോ, പ്രധാന വാതിലിൻ്റെ അകത്തോ പുറത്തോ, ഈ പ്രധാന വാതിൽ മഹാലക്ഷ്മി വരുന്ന വാതിലാണെന്നാണ് വിശ്വസിക്കുന്നത്, ആ വാതിലിൻ്റെ അകത്തോ പുറത്തോ പൊട്ടിയ ടൈല്, ഈ തറയോട്
വിണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിളർന്നു പോയത്, അല്ലെങ്കിൽ വിള്ളൽ വീണ തറ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം, ഇനി എന്ത് പൈസയായി എന്ന് പറഞ്ഞാലും നിങ്ങളത് നന്നാക്കിക്കണം. അത് ടൈലോടാണെങ്കിൽ അത് മാറ്റിയിടണം. അതല്ല തറയിലെ വിള്ളലാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നാൾക്ക് നാൾ ദുരിതമായിരിക്കും. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കാര്യങ്ങളും കരുപിടിപ്പിക്കാൻ പറ്റത്തില്ല. എന്നും ദുഃഖവും ദുരിതവും സങ്കടമായിരിക്കും ഫലം എന്ന് പറയുന്നു. ഒരിക്കലും ഭാഗ്യം ആ വീട്ടിൽ വന്ന് കയറില്ല കേട്ടോ. ദുഃഖവും ദുരിതമായിരിക്കും എന്നും വീട്ടിൽ വന്ന് കയറുന്നത്. മഹാലക്ഷ്മി പടിയിറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ പാസേജ് അകവും പുറവും നോക്കുക. എവിടെങ്കിലും ടൈല് പൊട്ടിയതോ ടൈല് വിള്ളൽ വീണതോ തറയോട് പൊട്ടിയിരിക്കുന്നതോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ അതിനുള്ള ചെയ്യുക. അതിൽ പരം ഒരു ദോഷം വരാനില്ല എന്നുള്ളതാണ്. ഇതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, 5-ാമത്തെ കാര്യം. അടുത്തത് 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ണാടി വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വീടിൽ കണ്ണാടി വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ പ്രധാന വാതിലിന് നേരെ അകത്തോ പുറത്തോ വെക്കരുത് കേട്ടോ. അതായത് നമ്മളുടെ വീട്ടിലേക്ക് കയറുന്ന മെയിൻ ഡോറിന് എതിരായിട്ട് അകത്തോ പുറത്തോ ഇത്തരത്തിൽ കണ്ണാടി വെക്കരുത്. കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി അത്തരത്തിൽ വെക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് എടുത്തു മാറ്റുക. യാതൊരു കാരണവശാലും മനുഷ്യർ വാഴുന്ന വീടുകളിൽ, അല്ലെങ്കിൽ ഐശ്വര്യത്തോടു കൂടി വാഴണമെന്ന് കരുതുന്ന വീടുകളിൽ അത്തരത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിലേക്ക് കയറുമ്പം കാണുന്ന രീതിയിൽ പ്രധാന വാതിലിന് അഭിമുഖമായിട്ട് വാഷ് ബേസിനോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ബാത്റൂമിൻ്റെ വാതിലോ വരാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളുടെ വീടിൻ്റെ മെയിൻ ഡോറിനെതിരായിട്ട് വാഷ് ബേസിൻ വെക്കുന്നത് അതീവ ദോഷകരം. അതായത് വീട്ടിലേക്ക് വന്ന് മെയിൻ ഡോറിൽ നിന്ന് കയറുമ്പോൾ നേരെ കാണുന്നത് എന്താണ്? വാഷ് ബേസിനാണ്. അത് ദോഷമാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ മെയിൻ ഡോറിൽ നിന്ന് നേരെ നോക്കുമ്പം കാണുന്നത് എന്താണ്? ബാത്റൂമിൻ്റെ വാതിൽ പ്രധാന വാതിലിനെതിരായിട്ട് വന്നിരിക്കുക, പാരലായിട്ട് വന്നിരിക്കുക. അതീവ ദോഷകരമാണ്. അങ്ങനെ ഏതെങ്കിലും വീട് നിങ്ങളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, വാസ്തുദോഷം നിലനിൽക്കുന്നുണ്ട്. ഒരു വാസ്തു പണ്ഡിതനെ കൊണ്ടുവന്ന് അതിന് ഉള്ള ദോഷപരിഹാരം ചെയ്ത് സ്ഥാനം നിർണ്ണയിച്ച് അതിനനുസരിച്ച് അത് മാറ്റി പണിയുക. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് മാറ്റാൻ നിൽക്കരുത്. അത് വേറെ ദോഷങ്ങൾ വിളിച്ചു വരുത്തും. വാസ്തുദോഷമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വീട്ടിൻ്റെ മെയിൻ ഡോറിൽ നോക്കുമ്പം വാഷ് ബേസിനോ ടോയ്ലറ്റിൻ്റെ വാതിൽ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ വാതിലോ ഇതിന് നേരെയായിട്ട് വരാൻ പാടില്ല. മറ്റിടങ്ങളിൽ വരുന്ന അല്ല പറയുന്നത്, നേരെയായിട്ട് വരാൻ പാടില്ല. ഇതാണ് മറ്റൊരു കാര്യം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു തെറ്റാണ്. വീടിൻ്റെ മെയിൻ ഡോറിന് നേരെ വായു സഞ്ചാരം മറയ്ക്കുന്ന രീതിയിൽ ചില വലിയ വൃക്ഷങ്ങൾ നട്ടു വളർത്തും. വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ തടി വൃക്ഷങ്ങൾ. ഉദാഹരണത്തിന് കണിക്കൊന്ന ഒരു തടി വൃക്ഷമോ. പലരുടെ ഒരു തെറ്റിദ്ധാരണ വീടിൻ്റെ തിരുമുമ്പിൽ വാതിലിന് നേരെ കണിക്കൊന്ന വരുന്നത് നല്ലതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ലതല്ല, ദോഷമാണ്. വീടിൻ്റെ പ്രധാന വാതിൽ ഒഴിച്ച് ഇടത്തോ വലത്തോ നിങ്ങൾ കണിക്കൊന്ന വളർത്തിക്കൊള്ളൂ, മറ്റു തടി വൃക്ഷങ്ങൾ വളർത്തിക്കൊള്ളൂ, തെറ്റില്ല. പക്ഷേ വീടിൻ്റെ പ്രധാന വാതിൽ മറച്ച് അതിൻ്റെ വായു സഞ്ചാരം മറയ്ക്കുന്ന രീതിയിൽ വടവൃക്ഷങ്ങളാകുന്നത്, ഇപ്പോൾ കണിക്കൊന്നയൊക്കെ തടിമരമാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആദ്യമൊന്നും പ്രശ്നം കാണത്തില്ല, പിന്നെ അങ്ങോട്ട് പോവെ അതൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. കണിക്കൊന്ന ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കണിക്കൊന്ന മാത്രമല്ല, ഒരുപാട് വൃക്ഷങ്ങൾ ഇത്തരത്തിൽ അബദ്ധം പറ്റാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വാതിലിൻ്റെ നേരെ അത്തരത്തിൽ ചെയ്യരുത്, അത് അതീവ ദോഷകരമാണ് എന്നുള്ളതാണ്. അതുപോലെ ഈ 2 നില വീടൊക്കെ ഉള്ളവർ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെയർ വീടിനകത്തൂടെ പണിയും അല്ലേ. ഒന്നിലധികം നിലകളുള്ള വീടാണെന്നുണ്ടെങ്കിൽ വീടിനകത്തൂടെ ആയിരിക്കും സ്റ്റെയർസ് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ്, മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് പ്രധാന വാതിലിന് അഭിമുഖമായിട്ട് വരുന്നതും ദോഷകരമായിട്ടുള്ള കാര്യമാണ്. വാസ്തുപ്രകാരം ദോഷം നിലനിൽക്കുന്നുണ്ട്. പ്രധാന വാതിലിന് നേരെ മേളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും വാസ്തുദോഷത്തിനുള്ള സാധ്യതയുണ്ട്. അതും നിങ്ങളൊരു വാസ്തു പണ്ഡിതനെ കണ്ട് നോക്കിച്ച് അത് പ്രത്യേകിച്ച് അതിന് വേണ്ട പരിഹാരം ചെയ്യേണ്ടതാണ്. വളരെ നിസ്സാരമായിട്ടുള്ള പരിഹാരം പറഞ്ഞു തരും. ചില സെപ്പറേഷൻ പോലെയുള്ള തടി കൊണ്ടുള്ളതോ അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നിങ്ങളുടെ വീടിൻ്റെ ഭംഗി നശിക്കാതെ തന്നെ ചെയ്യാനുള്ള സിമ്പിൾ പരിഹാരങ്ങൾ പറഞ്ഞു തരും. പക്ഷേ പ്രധാന വാതിലിന് നേരെയാണ് ഈ സ്റ്റെയർ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അത് മാറ്റി വേണ്ടത് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഭാഗ്യം നിങ്ങളുടെ വീടിന്
വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഏകദേശം 7-8 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കുക. പുറത്തു നിന്ന് നോക്കുന്നവർ കാണുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുമ്പം കാണുന്ന രീതിയിലും ഈ വസ്തുക്കൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം ചെയ്ത് ആ വാസ്തുദോഷം ഒഴിവാക്കുക. എല്ലാം നന്നായി വരും. ഇത് പറയാനാണ് വന്നത്. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.